മൂവാറ്റുപുഴ കല്ലൂർക്കാട് ഒഴിഞ്ഞുകിടന്ന വീട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണ്. കേസിൽ ഒരാൾ അറസ്റ്റിലാവുകയും ചെയ്തു. കല്ലൂർക്കാട് സ്വദേശി കല്ലിങ്കൽ KG അനുവിനെ ഈ മാസം 16-ാം തീയതിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തലേ ദിവസം അനുവിനെ അടിച്ചു വീഴ്ത്തിയ പോത്താനിക്കാട് കീപ്പനശ്ശേരി സ്വദേശി എൽദോസ് ജോർജിനെയാണ് കല്ലൂർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. തർക്കത്തിനിടെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ചതാണ് മരണത്തിന് കാരണമായത്. വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുടെ ഒഴിഞ്ഞുകിടന്ന വീട്ടിൽ ഈ മാസം 16-ന് രാവിലെ 10 മണിയോടെയാണ് 34-കാരനായ അനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ അടുക്കളയിൽ രക്തം ഛർദ്ദിച്ചതിന്റെ അവശിഷ്ടങ്ങളുണ്ടായിരുന്നു. കിടപ്പ് മുറിയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത്. ഈ വീട് നോക്കാൻ ഏൽപ്പിച്ചിരുന്നത് അനുവിനെയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലച്ചോറിൽ രക്തസ്രാവമുണ്ടായതായി വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മരണത്തിന് തലേദിവസം എൽദോസ് ജോർജ് ഇരുചക്ര വാഹനത്തിൽ നിന്ന് ഹെൽമറ്റ് വലിച്ചൂരിയ ശേഷം അനുവിനെ അടിച്ചു വീഴ്ത്തുന്ന CCTV ക്യാമറ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. വിശദമായ അന്വേഷണത്തിന് ശേഷമാണ് 46-കാരനായ എൽദോസ് ജോർജിനെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: രാത്രി 8 മണിയോടെ അനു വീട്ടിലെത്തി നായയ്ക്ക് ഭക്ഷണം കൊടുത്ത ശേഷം ഗേറ്റ് പൂട്ടി തിരികെ സ്വന്തം വീട്ടിലേക്ക് പോകുകയാണ് പതിവ്. കഴിഞ്ഞ 13-ന് അനു സ്കൂട്ടറിൽ നിന്ന് വീഴുകയും ഇടതുകാലിന് ആഴത്തിലുള്ള മുറിവ് പറ്റുകയും ചെയ്തു. തുടർന്ന് പോത്താനിക്കാടുള്ള ക്ലിനിക്കിലെത്തി ചികിത്സ തേടി. 15-ന് വീണ്ടും ക്ലിനിക്കിൽ പോകവെ പോത്താനിക്കാട് ജേക്കോ ജുവലറി സമീപം വെച്ച എൽദോസുമായി തർക്കമുണ്ടായി. തുടർന്ന് എൽദോസ് അനുവിന്റെ ഹെൽമറ്റ് ഊരുകയും അതുകൊണ്ട് തലയ്ക്കടിക്കുകയുമായിരുന്നു. റോഡിൽ തലയടിച്ചു വീണ അനു മറ്റുള്ളവരുടെ സഹായത്താലാണ് വീട്ടിലെത്തിയത്. രാത്രി വീട്ടിലെത്താത്തതിനെ തുടർന്ന് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അടുത്ത ദിവസം സഹോദരൻ തിരക്കിയെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. മൂവാറ്റുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കോതമംഗലം.